എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ദുബായിലുള്ള ആളുകൾക്ക് യുഎഇയിൽ നിന്ന് എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാം എന്നുള്ളതാണ്. പല ആളുകളും പലപ്പോഴായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ദുബായിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ഒരു വഴി എന്നുള്ളത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ എക്സ്ചേഞ്ചുകളും ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലോട്ടും നമുക്ക് ദുബായിലുള്ള ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ പല ആളുകളും P2P ആയിട്ടാണ് USDT വാങ്ങിയിട്ട് ആ USDT ഉപയോഗിച്ചിട്ടാണ് ബിറ്റ്കോയിൻ വാങ്ങാറുള്ളത് അല്ലേ. ഇപ്പോൾ ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിലെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് AED ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്തിട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പകരം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നും P2P ആയിട്ട് USDT വാങ്ങിയിട്ട് ആ USDT കൊണ്ടാണ് ബിറ്റ്കോയിൻ വാങ്ങുന്നത്. അപ്പോൾ ഇത് പല ആളുകൾക്കും ഒരു സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ആക്ച്വലി സേഫ് ആണ് എന്നുണ്ടെങ്കിലും അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ബിറ്റ്കോയിൻ വാങ്ങുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടാണ് പല ആളുകളും കാണുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ തന്നെ UAEയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ എങ്ങനെയാണോ ഈസി ആയിട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കുക, അതേപോലെ തന്നെ ഇപ്പോൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലോട്ട് ഡയറക്റ്റ് ആയിട്ട് AED ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്തിട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങാനും ആ വിറ്റ ബിറ്റ്കോയിൻ്റെ ഫണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് റിസീവ് ചെയ്യാനും ഇനി മുതൽക്ക് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് P2P കാര്യങ്ങളൊന്നും ഇല്ലാതെ UAE ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഈസി ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങാം എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് ഇപ്പോൾ OKX എന്നുള്ള UAEയിൽ റീസെൻ്റ് ആയിട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു എക്സ്ചേഞ്ച് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 850 ദിർഹംസ് 850 ദിർഹംസ് ജോയിനിങ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു 850 ദിർഹംസ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 850 ദിർഹംസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20,000 രൂപയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പൈസയാണ്. ഒരിക്കലും ആരും മിസ്സാക്കാതെ ഇരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അതേപോലെ തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു എക്സ്പേർട്ട് അഡ്വൈസോട് കൂടിയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വെബ്സൈറ്റ് coinsats.io വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബിറ്റ്കോയിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുതൽക്കുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെ വാങ്ങാം, എങ്ങനെ വിൽക്കാം, ഹാർഡ്വെയർ വാലറ്റിൽ എങ്ങനെ ബിറ്റ്കോയിൻ സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളൊരു 9 to 5 ജോബ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 5 ഇയർ പീരീഡിൽ എങ്ങനെ ബിറ്റ്കോയിനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടയർ ആവാം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, സോ ബിറ്റ്കോയിൻ എങ്ങനെ വാങ്ങാം എന്ന് നോക്കുന്നതിന് മുന്നേ UAEയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിലവിൽ UAEയിൽ എല്ലാ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണ്. അത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെർച്വൽ അസറ്റ്സ് റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ളൊരു ഗവൺമെൻറ് എൻറ്റിറ്റിയും UAE ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളാണെന്നുണ്ടെങ്കിലും കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളാണെന്നുണ്ടെങ്കിലും എല്ലാം ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഏതെങ്കിലും എക്സ്ചേഞ്ച് വഴിയോ ഏതെങ്കിലും കമ്പനികളിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സ്ചേഞ്ചുകൾ റെഗുലേറ്റഡ് ആണോ, അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളും പ്ലാറ്റ്ഫോംസുകളും UAEയിൽ വളരെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഭാവിയിൽ നമ്മുടെ ക്യാഷോ കാര്യങ്ങളോ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അതോറിറ്റിയിലും പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയിലൊക്കെ എങ്ങനെയാണോ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, സെൻട്രൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ UAEയിൽ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് വാറയാണ്. അപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലൂടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഒന്നായിട്ടുള്ള OKX എന്നുള്ള എക്സ്ചേഞ്ചിൽ എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാം എന്നുള്ളതാണ്. സോ നമ്മളുടെ coingecko.com എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് എക്സ്ചേഞ്ചിൽ ബൈനാൻസ് ഉണ്ട്, രണ്ടാം സ്ഥാനത്ത് MEX ഉണ്ട്, OKX മൂന്നാം സ്ഥാനത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മളിവിടെ വാറൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UAE വാറ ലൈസൻസ് കിട്ടിയിട്ടുള്ള 4 എക്സ്ചേഞ്ചുകളിൽ ഒരു എക്സ്ചേഞ്ച് ആണ് OKX. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെർബിറ്റിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, OKXന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ബൈനാൻസിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, Crypto.comനും ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഈ എക്സ്ചേഞ്ചുകളൊക്കെ ഒരു UAE എൻറ്റിറ്റി ആയിട്ട് മാറുന്നതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഫേസിലാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ UAE ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുന്ന ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഇപ്പോൾ നിലവിൽ OKX. അത് കാരണം കൊണ്ടാണ് നമ്മൾ OKX ലൂടെ എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാം എന്ന് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു 100 ദിർഹംസ് ജോയിനിങ് ബോണസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്യണം. ഇനി നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു റെഫറൽ കോഡ് യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക, ഈ ഒരു 100 ദിർഹംസ് കിട്ടണം എന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു OKX അക്കൗണ്ട് KYC കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. എമിറേറ്റ്സ് ID, പാസ്പോർട്ട്, അഡ്രസ് പ്രൂഫ് കാര്യങ്ങൾ, ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് കംപ്ലീറ്റ് KYC കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു KYC കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, അപ്രൂവ് ആവുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പോയതിനു ശേഷം ക്യാമ്പയിൻ സെൻറ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുകയും അതിലുള്ള ഈ ഒരു 5 മില്യൺ AED ക്യാമ്പയിൻ ഇപ്പം നിലവിൽ റണ്ണിങ് ആയിട്ടുള്ള ഈ ഒരു 5 മില്യൺ AED ക്യാമ്പയിനിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അത് ഇനി നിലവിൽ ജൂൺ 30 വരെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ക്യാമ്പയിനിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം 500 ദിർഹംസ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ 500 ദിർഹംസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന 3 ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ 850 ദിർഹംസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ക്രെഡിറ്റ് ആവും. അതായത് ജോയിനിങ് ബോണസ് ആയിട്ടുള്ള 100 ദിർഹംസ് കിട്ടും. അതിനുശേഷമുള്ള ഈ 250 ദിർഹംസ് ഡെപ്പോസിറ്റ് ചെയ്താൽ 250 ദിർഹംസ് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളൊരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യും. അതേപോലെ തന്നെ 500 ദിർഹംസിന് ബിറ്റ്കോയിൻ വാങ്ങിയാൽ 500 ദിർഹംസും കൂടി ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ള ഈ ഒരു 3 ക്രൈറ്റീരിയാസും ഒറ്റയടിക്ക് നിങ്ങൾ 500 ദിർഹംസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾഫിൽ ആവും. അപ്പോൾ നിങ്ങൾ 500 ദിർഹംസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ടോട്ടൽ അക്കൗണ്ട് ബാലൻസ് ഏകദേശം 1350 ദിർഹംസ് ആയിട്ട് മാറും. KYC കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എങ്ങനെ UAE ബാങ്ക് അക്കൗണ്ട് OKXൽ ലിങ്ക് ചെയ്യാം, UAE ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, ബിറ്റ്കോയിൻ വാങ്ങാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ KYC കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ OKX ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഹോം പേജിൽ ബിറ്റ്കോയിനും മറ്റുള്ള ക്രിപ്റ്റോ കറൻസിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. സോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ UAE ബാങ്ക് അക്കൗണ്ട് OKXുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ ഒരു പോർട്ട്ഫോളിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് എ ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ കാണിക്കും, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ, ഡെപ്പോസിറ്റ് AED എന്ന് കാണിക്കും. ഡെപ്പോസിറ്റ് AEDയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള UAE ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. സോ നിങ്ങൾക്ക് എമിറേറ്റ്സ് NBD ബാങ്കോ എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്കോ ഏത് ബാങ്കാണോ നിങ്ങൾക്കുള്ളത് ആ ബാങ്കിൻ്റെ IBAN നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത് എൻ്റെ എംബാങ്ക് എന്നുള്ള അക്കൗണ്ടിൻ്റെ IBAN ആണ്. കാരണം ഞാൻ ക്രിപ്റ്റോന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് എംബാങ്ക്. സോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിലും ബിറ്റ്കോയിനും മറ്റു ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ട് മാത്രം ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം, അത് നോർമൽ നിങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിന് പകരം. സോ ഞാനിവിടെ എൻ്റെ എംബാങ്കിൻ്റെ IBAN ആണ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ IBAN നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് യുവർ അക്കൗണ്ട് ഈസ് റെഡി ടു വെരിഫൈ എന്ന് കാണിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ OKX നമുക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റം ബാങ്ക് അക്കൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങളിവിടെ കാണാൻ സാധിക്കും ബെനിഫിഷ്യറി നെയിം എൻ്റെ പേര് തന്നെയാണ്. അതിൻ്റെ തൊട്ട് താഴെ പുതിയൊരു IBAN അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, സാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. സോ എൻ്റെ നിലവിൽ ഈ ഒരു എംബാങ്കിൽ നിന്നും ഈ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ആ ഒരു പൈസയാണ് എൻ്റെ OKX അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. ഓക്കെ, സോ ഞാനിവിടെ എൻ്റെ ഇപ്പോൾ ഈ ഒരു OKX തന്നിട്ടുള്ള ഈ ഒരു IBAN എൻ്റെ എംബാങ്കിൽ പോയിട്ട് ഞാൻ പുതിയൊരു ബെനിഫിഷ്യറി ആയിട്ട് അതിൽ ആഡ് ചെയ്യുകയും അതിനുശേഷം എൻ്റെ എംബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്രയാണോ OKXലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ പൈസ ഞാൻ ഈ ഒരു പുതിയ ബെനിഫിഷ്യറിയിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാനിവിടെ ഇനീഷ്യലി ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ദിർഹംസാണ് ഞാൻ ഈ ഒരു OKXലോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്.
സോ ഒരു 100 ദിർഹംസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് എത്ര ടൈം എടുക്കുന്നുണ്ട് ക്രെഡിറ്റ് ആവാൻ, എത്ര ക്രെഡിറ്റ് ആവുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഞാനിവിടെ എൻ്റെ OKXലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ ഓൺ അക്കൗണ്ട് ട്രാൻസ്ഫർ തന്നെ സെലക്ട് ചെയ്താൽ മതി. കാരണം വേറെ പർപ്പസിനൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ തന്നെ അക്കൗണ്ടാണ്. സോ ഈ ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ആകെ 0.53 ചാർജ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഈ ഒരു ചാർജ് മാത്രമാണ് ഉള്ളൂ. വേറെ ഒരു FX ചാർജോ കൺവേർഷൻ ചാർജോ ഒന്നും നമുക്ക് OKXലോട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് ഇല്ല. സോ ഞാൻ സക്സസ്ഫുള്ളി ഈ ഒരു 100 ദിർഹംസ് എൻ്റെ ബാങ്കിൽ നിന്നും OKXലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ടൈം 6 മണിക്കാണ് ഞാൻ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്. സോ ഏകദേശം ഒരു 6 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ഫണ്ട് OKXലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6:06 ആകുമ്പോഴേക്കും $27.22 എൻ്റെ OKX അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ 27.22 എന്ന് പറയുന്നത് ഏകദേശം 3.67 എന്നുള്ള എക്സ്ചേഞ്ച് റേറ്റിൽ തന്നെയാണ്. വേറെ ഒരു എക്സ്ചേഞ്ച് റേറ്റോ ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ വാങ്ങുക എന്നുള്ളതാണ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നടുവിലുള്ള ഓപ്ഷൻ, അതായത് ട്രേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതായത് ബൈ ഡിഫോൾട്ട് BTC USDT എന്നുള്ളൊരു പെയറാണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൻ്റെ പ്രൈസ് ഇപ്പോൾ 93,635 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ ബൈ സെൽ, അതിൻ്റെ തൊട്ട് താഴെ അവൈലബിൾ 0 BTC 0 USDT എന്ന് കാണാൻ സാധിക്കും അല്ലേ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ OKXലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ദിർഹമാണ്. അപ്പോൾ നമ്മൾ അത് കാരണം കൊണ്ടാണ് 0 USDT എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് USDTയിൽ ട്രേഡ് ചെയ്യേണ്ട, ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് AED പെയറിൽ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്യുക, ബിറ്റ്കോയിൻ എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BTC AED എന്നുള്ള പെയർ നമുക്ക് കാണാൻ സാധിക്കും. സോ BTC AED എന്നുള്ള ഈ ഒരു പെയർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ്റെ ഇപ്പോൾ നിലവിലുള്ള AED പ്രൈസും അതിൻ്റെ ചാർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബൈ സെൽ എന്നുള്ള ബട്ടൻ്റെ തൊട്ട് താഴെ അവൈലബിൾ 0 BTC അവൈലബിൾ 100 AED എന്ന് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയുടെ ബാലൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഓർഡർ ടൈപ്പ് മാറ്റിയിട്ട് മാർക്കറ്റ് ഓർഡർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണോ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആ പ്രൈസിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ 50 ദിർഹംസിന് വേണമെന്നുണ്ടെങ്കിൽ 50 ദിർഹംസിന് മേടിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് 100 ദിർഹംസിന് വേണമെന്നുണ്ടെങ്കിൽ 100 ദിർഹംസിന് ബിറ്റ്കോയിൻ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഒരു കസ്റ്റം എമൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു താഴെയുള്ള ഒരു സ്ലൈഡിംഗ് ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം. അതിനുശേഷം ഈ ഒരു കൺഫേം ബൈ ഓർഡർ കൊടുക്കുന്ന സമയത്ത് അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് ബൈ ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണും. സോ ഇപ്പോൾ ഈ ഒരു ബിറ്റ്കോയിൻ പർച്ചേസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു ബൈ സെല്ലിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ നിങ്ങൾ വാങ്ങിച്ച ബിറ്റ്കോയിൻ്റെ ടോട്ടൽ എമൗണ്ട് 0.0028888 BTC എന്ന് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഇപ്പോൾ നടത്തിയ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു തൊട്ട് മുകളിലുള്ള ഓർഡർ ബുക്കിൻ്റെ ഏറ്റവും അവസാനമുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് എത്ര ദിർഹംസിനാണ് നിങ്ങൾ വാങ്ങിച്ചത്, എത്ര ബിറ്റ്കോയിൻ ആണ് നിങ്ങളുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആയത്, അതിൻ്റെ ഫീസ് കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ടോട്ടൽ ഹോൾഡിങ്സ്, ഇപ്പോൾ നിങ്ങളുടെ വാലറ്റിലുള്ള ബിറ്റ്കോയിൻ്റെ വാല്യൂ എത്രയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ സാധിക്കും. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് OKXൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അക്കൗണ്ട് വെരിഫൈ ചെയ്യുക, അക്കൗണ്ട് ആഡ് ചെയ്യുക, ബിറ്റ്കോയിൻ എങ്ങനെയാണ് വാങ്ങുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റും സംശയങ്ങളും ഒക്കെ എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.